ഈ മുട്ട കഴിച്ചതുകൊണ്ട് കൊളസ്ട്രോൾ കൂടുമെന്നും പറഞ്ഞുകൊണ്ട് മുട്ടയെ മാറ്റി നിർത്തുന്നവരായിരിക്കും നിങ്ങൾ പലരും. അതിലൊരാളായിരിക്കും നിങ്ങൾ. ഈ കൊളസ്ട്രോൾ എന്തെന്ന് അറിയാത്തതാണ് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. ഈ കൊളസ്ട്രോള് മെയ്ഡ് ചെയ്യുന്നത് നമ്മുടെ ലിവർ ആണ്. 80% ലിവറിൽ നിന്നാണ് മെയ്ഡ് ചെയ്യുന്നത്. ഈ കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സും ആണ്, ഇല്ലെങ്കിൽ അതിലേറെ ദോഷങ്ങളുമാണ്. എന്തൊക്കെയാണെന്നല്ലേ? നമ്മുടെ സെക്സ് ഹോർമോൺസ് മെയ്ഡ് ചെയ്യുന്നത് കൊളസ്ട്രോൾ ആണ്. അതായത് ഈസ്ട്രോജൻ, ടെസ്റ്റോസ്റ്റിറോൺ എന്നിവയൊക്കെ. അതുപോലെ തന്നെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഹോർമോൺസ് ആയ ക്ലോട്രിസോൾ, അൽഡോസ്റ്റീറോൺ എന്നിവയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കൊളസ്ട്രോൾ ആണ്. പിന്നെ നമ്മുടെ വൈറ്റമിൻ D3യുടെ സിന്തസിസിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് കൊളസ്ട്രോൾ ആണ്. അപ്പൊ നിങ്ങൾ ഇനി പറയൂ, ഈ കൊളസ്ട്രോൾ നിങ്ങളുടെ ബോഡിക്ക് അൺഹെൽത്തി ആണെന്ന്? ഒരിക്കലും പറയാൻ പാടില്ല. കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഡോക്ടർമാർ പറയുന്നു കൊളസ്ട്രോൾ കൂടാതെ നോക്കണം, അത് നിങ്ങളുടെ ബോഡിക്ക് അൺഹെൽത്തി ആണെന്ന്. നിങ്ങൾ നോക്കേണ്ടത് കൊളസ്ട്രോളിലെ LDL കൂടാതെയാണ്, അതായത് ട്രൈഗ്ലിസറൈഡ് കൂടാതെ. ഇതെങ്ങനെ കൂടും? നിങ്ങൾ ജങ്ക് ഫുഡ്സും അൺസാച്ചുറേറ്റഡ് ഓയിൽ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഫുഡ്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ടാണ് ട്രൈഗ്ലിസറൈഡ് കൂടുന്നത്. അപ്പൊ നിങ്ങൾ മുട്ട കഴിച്ചിട്ട് നല്ല കൊളസ്ട്രോൾ ഉണ്ടാവട്ടെ, നിങ്ങളുടെ ബോഡി ഹെൽത്തി ആവട്ടെ.